ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഇൻ്റർനെറ്റ് റൗട്ടറാണ്. ഇത് ലിങ്ക്സിസ് എന്നൊരു കമ്പനിയാണ്. വിലോപ്പ് മെഷ് വൈഫൈ സിസ്റ്റം. ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. അപ്പോൾ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ളത് എന്തെല്ലാമാണെന്നും ഇതിൻ്റെ സെറ്റിങ്സ് മൊബൈലിൽ എങ്ങനെ ഇത് സെറ്റ് ചെയ്യാമെന്നും ആണ് നമ്മളിവിടെ നോക്കുന്നത്. ഇതിലൊരു മൊബൈൽ ആപ്പ് ആവശ്യമാണ്. അതിൻ്റെ മൊബൈൽ ആപ്പ് ഏതാണെന്നും അതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നും നമുക്ക് വീഡിയോ കാണുന്നതിന് അങ്ങോട്ടേക്കതായിട്ട് നമുക്കത് മനസ്സിലാക്കിയെടുക്കാം. അതിൽ മുന്നായി നമുക്കിതിൽ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 3 റൗട്ടറാണ് ഒരു ബോക്സിലുണ്ടാകുന്നത്. അതിൽ 3 അഡാപ്റ്റർ, ഒരു ഇൻ്റർനെറ്റിൻ്റെ കേബിള്, ഇതാണ് ഇൻ്റർനെറ്റിൻ്റെ കേബിൾ അതിലുണ്ട്. നല്ല റൗണ്ടാക്കി ഭംഗിയായി ചുറ്റി വെച്ചിരിക്കുന്ന ഇൻ്റർനെറ്റിൻ്റെ ഒരു കേബിള്, ഈ 3 റൗട്ടറിന് ആവശ്യമുള്ള പവർ അഡാപ്റ്റർ, നല്ല സ്ക്വയർ ടൈപ്പിലുള്ള 3 പവർ അഡാപ്റ്റർ അതിലുണ്ട്. ഈ 3 റൗട്ടർ ഇത്രയുമാണ് ഈ ബോക്സിൽ അടങ്ങിയിരിക്കുന്നത്. നല്ല കേബിൾ, നല്ല റൗണ്ടായി ചുറ്റി വെച്ചിരിക്കുന്ന ഈ പവർ ചാർജിങ് കേബിളാണത്. അങ്ങനെയുള്ള 3 സെറ്റാണ് ഒരു ബോക്സിലുണ്ടാകുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ഒരു ഈ വൈഫൈ റൗട്ടറാണിത്. ഇത് ഞാൻ അവിടെ 2 ബോക്സ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ബോക്സിൽ 6 പീസ് ആണ് വരുന്നത്. ഓരോ റൂമിലായിട്ട് അങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഏകദേശം ഫസ്റ്റ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ, അങ്ങനെ എല്ലാം കംപ്ലീറ്റ് ആ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള വൈഫൈ സിസ്റ്റം അവിടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല സ്ട്രെങ്ത്തോട് കൂടി, നല്ല സിഗ്നലോട് കൂടിയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇത് രണ്ട് ബോക്സ് ഞാൻ അവിടെ ഇൻസ്റ്റാൾ ചെയ്ത 2 ബോക്സാണിത്. ഓൾറെഡി ഞാൻ ഇന്നലെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതാണിത്. അപ്പോൾ ഒരു ബോക്സിൽ 3 എണ്ണം ഉള്ളതാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് ആ റൗട്ടർ വരുന്നത്. നല്ല ഭംഗിയുള്ള റൗട്ടറാണിത്. നമുക്ക് പിന്നെ ഷോക്കേസ് പോലത്തെ സ്ഥലങ്ങളിൽ ഇത് വെക്കാം. ഇതിൻ്റെ വയറിൻ്റെ ആവശ്യമില്ല, പക്ഷെങ്കിൽ പവർ ആവശ്യമാണ്. അതിൻ്റെ പവർ എവിടെയാണുള്ളത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മെയിൻ മോഡത്തിൻ്റെ സിഗ്നൽ, ചെറിയൊരു സിഗ്നൽ അവിടെ വരണം. അത് അത്യാവശ്യമാണ്. ആ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതും ഇതുമായിട്ട് അതിനെ ലിങ്ക് ചെയ്യാം. അത് ലിങ്ക് ചെയ്യേണ്ടത് നമുക്ക് എങ്ങനെയാണ്, അതിൻ്റെ പിന്നെ ഈ ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ പിന്നെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് അതിനെ രണ്ടും കൂടിയിട്ട് എങ്ങനെയാണ് ലിങ്കാക്കുന്നത് എന്ന് നമുക്കൊന്ന് കാണാം. അതുകൂടാതെ നിങ്ങളുടെ റൂമുകളിൽ തീരെ സിഗ്നൽ, ഈ മോഡത്തിൻ്റെ സിഗ്നൽ തീരെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ കേബിൾ ഉപയോഗിച്ചിട്ടും ഈ റൗട്ടറിനെ കണക്റ്റ് ചെയ്യാം. ഇതാണ് ആ മൊബൈൽ ആപ്പ്. ഇത് iOS-ലും ആൻഡ്രോയിഡിലും ലഭ്യമാണ് ഈ ആപ്പ്. ഇതിൽ നമ്മൾ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അത് മൊബൈലിൽ എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്കിതിൻ്റെ മൊബൈലിലൊന്ന് നോക്കാം. മൊബൈൽ ഓപ്പൺ ആക്കിയിട്ട് ആദ്യം തന്നെ ഈ ഒരു റൗട്ടറിൻ്റെ പാസ്വേഡും ഇതിൻ്റെ യൂസർ നെയിമും ഇതിൻ്റെ അടിവശത്തായിട്ട് ഇതിൻ്റെ കേബിൾ പോർട്ട് കൊടുക്കുന്ന അവിടെയായിട്ട് ഇതിൻ്റെ സ്റ്റിക്കറുണ്ട്. ആ സ്റ്റിക്കർ നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ വൈഫൈ പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് നമ്മൾ കയ്യിൽ വെക്കണം. അല്ലെങ്കിൽ നമുക്കത് കാരണം സൂം ചെയ്തിട്ട് അതിൻ്റെ കുറച്ച് വലുപ്പത്തിൽ തന്നെ അതിനെ നമ്മൾ ഫോട്ടോ എടുത്തിട്ടാണെങ്കിൽ ഫോട്ടോ എടുത്തിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു ചെറിയ പേപ്പറിൽ അതിൻ്റെ പാസ്വേഡ് എഴുതി വെച്ചിട്ട് ആദ്യം തന്നെ ഈ വിലോപ്പ് എന്ന് പറഞ്ഞ വൈഫൈ റേഞ്ചാണ് മൊബൈൽ കാണിക്കുന്നത്. ആ റേഞ്ച് ഓപ്പൺ ചെയ്ത് മൊബൈൽ കണക്റ്റാക്കുക. കണക്റ്റാക്കി കഴിഞ്ഞാൽ ഈ പാസ്വേഡ്, ഏത് പാസ്വേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൗട്ടറിൽ ഉള്ള ഡിഫോൾട്ട് പാസ്വേഡ് ഉണ്ട്. ആ പാസ്വേഡ് ഇതിലേക്ക് നമ്മളുടെ മൊബൈലിലേക്ക് അടിച്ച് ഫസ്റ്റ് അത് ഈ ഒരു റൗട്ടറും ഈ മൊബൈലും തമ്മിൽ അത് കണക്ട് ചെയ്യണം. വൈഫൈ ആയിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ ഈ ഒരു സെറ്റപ്പ് നമ്മളുടെ മൊബൈലിൽ ബാക്കി സെറ്റപ്പുകൾ നടക്കുകയുള്ളൂ. അതിനുശേഷം ഈ മൊബൈലിൽ എന്താണോ ഓപ്ഷൻ ഇതിൽ വന്നിരിക്കുന്നത് അതിൻ്റെ ഓരോ ഫോളോ അപ്പ് ചെയ്യാനാണ് ഈ ഒരു ഗൈഡ് പറയുന്നത്. അപ്പോൾ അത് അവർ പറയുന്നത് പ്ലഗ് ഇൻ കൊടുക്കാനും, പിന്നെ അതേപോലെ തന്നെ പ്ലഗ് ഇൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു പർപ്പിൾ കളറ് അതിൽ കാണാം. ആ പർപ്പിൾ കളർ കഴിഞ്ഞാൽ അതിൽ ഓരോ അതിൻ്റെ ഫോളോ ചെയ്യാനാണ് പറയുന്നത്. നെക്സ്റ്റ് സെറ്റപ്പ് ആയിട്ട് നെക്സ്റ്റ് അടിച്ചിട്ട് അതിനെ സെറ്റ് ചെയ്ത് എടുക്കാനാണ് പറയുന്നത്. അത് നമുക്ക് വഴിയെ കാണാം അത്. അപ്പോൾ അതിൻ്റെ റേഞ്ച് ഇവിടെ കിട്ടുന്നുണ്ടോ എന്നും അത് നോക്കുകയാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പാസ്വേഡും യൂസർ നെയിമും ആണ് ഇവിടെ ചോദിക്കുന്നത്. ഈ ഒരു റൗട്ടറിന് ഏത് പാസ്വേഡാണ് വേണ്ടതെന്നും അതേപോലെ തന്നെ യൂസർ നെയിം, ഇതിൻ്റെ SSID നെയിം ഏതാണ് വേണ്ടത് എന്നുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് നമ്മൾ ആവശ്യമുള്ള ഏതാണോ നമുക്ക് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ആ പാസ്വേഡും ആ യൂസർ നെയിമും ഇവിടെ കൊടുക്കാം. അത് കൊടുത്ത് സാധാരണ ഇത് ഫോളോ അപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ എന്താണോ ഇതിൽ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ അത് ഫോളോ അപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് മുന്നേ തന്നെ ഇതിൽ നമുക്ക് ഈ ഒരു ആപ്പ് ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്യണം എന്ന് കാണിക്കുന്നുണ്ട്. രജിസ്റ്റർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇമെയിൽ ID-യും പിന്നെ ഒരു പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ആപ്ലിക്കേഷനെ രജിസ്റ്റർ ചെയ്ത് മൊബൈലിലേക്ക് രജിസ്റ്റർ ചെയ്തിടാം. അത് ചെയ്തതിന് ശേഷമാണ് ഈ വൈഫൈയുടെ പാസ്വേഡും അതിൻ്റെ യൂസർ നെയിമും ഇതിലേക്ക് അടിച്ച് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ റൂമുകളിലും നല്ല പവർ സ്ട്രെങ്ത്തോട് കൂടിയിട്ട് ഈ സിഗ്നൽ കിട്ടുന്നുണ്ട്. ഞാനവിടെ എല്ലാ കോർണിലും എല്ലാ മൂലക്കും എല്ലാ കോണിലും ഞാനവിടെ ചെക്ക് ചെയ്തതാണ്. നല്ല റേഞ്ച് കിട്ടുന്നുണ്ട്. അഥവാ നമുക്ക് ചില സ്ഥലങ്ങളിൽ തീരെ റേഞ്ച് ഇല്ലെങ്കിൽ ഈ മോഡത്തിൽ നിന്ന് വയറ് ഈ ഒരു റൂമിലേക്ക് കൊടുത്തിട്ട് ഇതിൻ്റെ അടിവശത്തുള്ള ഈ പോർട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാലും ഈ ഒരു റൗട്ടർ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. അതേപോലെ തന്നെ ഈ റൗട്ടറിൽ നിന്നും കേബിൾ ഔട്ട് എടുക്കാനും പറ്റും. കേബിൾ ഔട്ട് എടുക്കുന്ന 2 പോർട്ടുണ്ട് ഇതിൽ. അതിൽ 2-ൽ ഏത് പോർട്ട് വേണ്ടിക്കലും എടുത്തിട്ട് TV-യിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള CCTV, ലാപ്ടോപ്പ്, പ്രിൻ്റർ എന്ന് വേണ്ടുന്ന ഏത് ഉപകരണങ്ങൾക്ക് വേണ്ടിക്കലോ നമുക്കിത് കണക്ഷൻ കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത, ഇതിൻ്റെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിട്ടുള്ള സെറ്റിങ്സ് ഇതിൻ്റെ സെറ്റപ്പ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. ഏതൊരാൾക്കും ഇത് സെറ്റപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ, ഇപ്പോൾ ആൻഡ്രോയിഡ് ആണെങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പാണെങ്കിൽ iOS-ലും നമുക്കിതിൻ്റെ ആപ്പ് ലഭ്യമാണ്. അത് ഡൗൺലോഡ് ചെയ്ത് ഇതിനെ രജിസ്റ്റർ നമ്മളുടെ ഇമെയിൽ ID-യും ഒരു പാസ്വേഡ് ഉപയോഗിച്ചിട്ട് അതിനെ രജിസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇത് ആപ്പ് നമുക്ക് ഇതിലേക്ക് കണക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു റൗട്ടർ ഇതിനെ കണക്റ്റ് ചെയ്ത് ബാക്കിയുള്ള സെറ്റപ്പ് ഇത് ഫോളോ ചെയ്താൽ മതി. നമുക്ക് ഇതിലെന്താണോ പറഞ്ഞിരിക്കുന്നത് അത് ഫോളോ അപ്പ് ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു VIP റൗട്ടറാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ പറയാൻ കാരണം ഇത് അത്യാവശ്യം സ്റ്റാൻഡേർഡ് റൗട്ടറാണ്, അത്യാവശ്യം വിലയുള്ളതാണ്. ഇത് നോർമൽ ചെറിയ റൗട്ടർ പോലെ തന്നെ ചെറിയ പൈസക്ക് കിട്ടുന്നതല്ല. അപ്പോൾ ഇത് നമുക്കൊരു വീട്ടിൽ ഇതുപോലത്തെ 2 ബോക്സ് ഉണ്ടെങ്കിൽ അത്യാവശ്യം ഫസ്റ്റ് ഫ്ലോറും ഒരു ഗ്രൗണ്ട് ഫ്ലോറും കവറാവുന്നതാണ്. വിത്തൗട്ട് കേബിളിൻ്റെ ആവശ്യം വരുന്നില്ല. കേബിളിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ഇത് വൈഫൈ ടു വൈഫൈ ലിങ്ക് ആയിക്കോളും. അതൊന്ന് കണക്റ്റായി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമുക്കതിലേക്ക് ഏഡ് ചെയ്യാം. അതിൽ ഏഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഇതിലുണ്ട്. ഏഡ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കിതിനെ ഏഡ് നോഡ് എന്നാണ് അത് കൊടുത്തിരിക്കുന്നത്. ഏഡ് നോഡ് എന്നുള്ള ഓപ്ഷനിലേക്ക് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ അടുത്തുള്ള അതും ഇതേപോലെ തന്നെ ലിങ്ക് ആക്കി കൊടുക്കാവുന്നതാണ്. റേഞ്ച് തീരെ ഒട്ടും ഈ മെയിൻ മോഡത്തിൻ്റെ റേഞ്ച് തീരെ ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് ഒരു കേബിളിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. കേബിൾ ഇതിലേക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അല്ലെങ്കിൽ ഈ വൈഫൈ ടു വൈഫൈ ഇത് ക്യാച്ചാവും, ഇത് റേഞ്ച് പിടിക്കും. അങ്ങനെ റേഞ്ച് പിടിച്ച് ഇതിൻ്റെ നല്ല പവർഫുള്ളായ വൈഫൈ സിഗ്നൽ നമുക്ക് ആ റൂമിൻ്റെ എല്ലാ വശങ്ങളിലും അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സ് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഒരു സെറ്റപ്പാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു സെറ്റപ്പും പിന്നെ അതിൻ്റെ അടുത്ത നോഡ്, ഇതിപ്പോൾ ഓരോ റൗട്ടറിനും അടുത്ത നോഡ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നോഡും കൂടി ഞാൻ ആദ്യത്തെ റൗട്ടർ ഇതിൽ പിന്നെ മോഡത്തിൽ നിന്നും വയർ കൊടുത്തിട്ടാണ് മോഡത്തിൻ്റെ അടുത്ത് തന്നെ വയർ കൊടുത്ത് കണക്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം അടുത്ത റൂമിലേക്ക് വേറെ ഇതിൻ്റെ കൂട്ടത്തിനുള്ള റൗട്ടർ എടുത്ത് കൊണ്ടുപോയിട്ട് അവിടെ അതിനെ നോഡ് എന്നാണ് ഇതിൽ പറയുന്നത്. ആ നോഡ് ഞാൻ ആദ്യം വെച്ച ഈ റൗട്ടറുമായിട്ട് ലിങ്ക് ചെയ്യുന്നത്. എല്ലാം ഈ മൊബൈൽ ആപ്പിൽ തന്നെ ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായി ഈസിയായി ഏതൊരാൾക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. വൈഫൈ വീലോപ്പിൻ്റെ ലിങ്ക്സിസിൻ്റെ വൈഫൈ റൗട്ടർ ഓൺലൈനിൽ ലഭ്യമാണ്, ആമസോണിൽ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപയോഗിച്ച് നിങ്ങൾക്കിത് വാങ്ങിക്കാം. അപ്പോൾ ഇതിൻ്റെ സെറ്റപ്പ് ഏകദേശം ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു.
ഇതിൻ്റെ സെറ്റപ്പ് വരുന്നത് ഇങ്ങനെയാണ്. ഇത് നമുക്ക് 1, 2, 3 ഇതേ സെറ്റപ്പ് ഫോളോ ചെയ്ത് ഇതിനെ സെറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ റീസെറ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പാസ്വേഡ് ഉപയോഗിച്ച് മാറ്റി പിന്നെ നമുക്ക് ആ പാസ്വേഡ് വേറെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റീസെറ്റ് ബട്ടൺസും ഇതിൻ്റെ അടിവശത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 2 പോർട്ടുള്ള ഈ ഒരു സൈഡിൽ തന്നെ ഒരു റെഡ് ചെറിയൊരു ബട്ടൺ കാണാം. അത് ഒന്ന് ഹോൾഡ് ചെയ്ത് ഒരു 10 സെക്കൻഡോളം ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇത് റീസെറ്റ് ആവുന്നതാണ്. അങ്ങനെ റീസെറ്റ് ചെയ്ത് ഇതിൻ്റെ വേറെ വേണമെങ്കിൽ പുതിയ പാസ്വേഡ് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, പുതിയ പാസ്വേഡ് കൊടുക്കാം. ഈ വിലോപ്പ് മെഷ് വൈഫൈ സിസ്റ്റത്തിൻ്റെ പറ്റി പറയാനുള്ളത് ഇത്രയുമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ വിലോപ്പ് ലിങ്ക്സിസിൻ്റെ റൗട്ടർ ഫിറ്റ് ചെയ്യുന്നത്. അതൊരു വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് ഫ്ലോറിലും ഗ്രൗണ്ട് ഫ്ലോറിലും വേണ്ടിയിട്ട് ഫിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഫിറ്റിങ്സ്, ഇതിൻ്റെ സെറ്റപ്പ് ഇത്രയുമാണ്. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാവുന്നതാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ വിലോപ്പ് ലിങ്ക്സിസ് വൈഫൈ റൗട്ടറിനെ പറ്റി പറയാനുള്ളത് ഇത്രയുമാണ്. ഇനിയും ഇതേപോലെയുള്ള ടെക്നിക്കൽ വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. അതുമാത്രമല്ല എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഞാൻ ഇതേപോലെയുള്ള ടെക്നിക്കൽ വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം. അപ്പോൾ അതുവരെ കാണും വരെ എല്ലാവർക്കും നന്ദി. ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. Goodbye.